അന്തർമുഖർ പർവ്വതങ്ങളും വനങ്ങളും പോലെ ശാന്തമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുമെന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ എക്സ്ട്രോവേർട്ടുകൾ ബീച്ചുകളും സമുദ്രങ്ങളും പോലെ ശബ്ദങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നു. എല്ലാ അംഗങ്ങളും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലെ അധികാരത്തിൻ്റെ ഒരു രൂപമാണ് നേതാവ്. അംഗങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക മാത്രമല്ല അത് ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. അതിനാൽ ഇത് നേതാവിനെ ഗ്രൂപ്പിലെ ആദർശങ്ങളെ പാലിക്കാൻ പ്രാപ്തമാക്കുന്നു. നിങ്ങളുടെ വ്യക്തിത്വം ജീവിതത്തിലുടനീളം താരതമ്യേന സ്ഥിരതയുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിനു മുകളിൽ വസ്ത്രങ്ങൾക്ക് ആഴത്തിലുള്ള മതിപ്പുണ്ട്. അവകാശത്തിൻ്റെ വ്യക്തിത്വ സവിശേഷത അത്യാധുനിക നിരാശയിലേക്ക് നയിച്ചേക്കാം. അവകാശം നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹരാണെന്നും വിശ്വസിക്കുന്നു. സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് കുറവ് ഉറക്കം മതിയാക്കും. എന്നാൽ സങ്കടം കൂടുതൽ ഉറങ്ങാനുള്ള ത്വര വർദ്ധിപ്പിക്കുന്നു. വാക്കുകൾക്കിടയിൽ അകലമിടുന്ന ആളുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യം ഇഷ്ടമാണ്. അവർക്ക് തിരക്ക് ഇഷ്ടമല്ല. അതേസമയം വാക്കുകൾ അടുപ്പിച്ചെഴുതുന്ന ആളുകൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമല്ല. അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നവരായിരിക്കാം. പൂർണ്ണതയുള്ളവൻ എപ്പോഴും സമ്മർദ്ദത്തിനും വിഷാദത്തിനും കാരണമാകും. തുറന്ന മനസ്സുള്ള ആളുകൾ സാഹസികത ആസ്വദിക്കുന്നു. അവർ ആകാംക്ഷരും ഭാവനയും പുതിയ കാര്യങ്ങളും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ മുഖത്തിൻ്റെ ഇടതുവശത്ത് വലതുപക്ഷത്തേക്കാൾ കൂടുതൽ ഭാവങ്ങൾ പ്രകടമാണ്. ആളുകൾ പ്രായമാകുമ്പോൾ നല്ലവരാകുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് ശ്രദ്ധേയം. നിങ്ങൾക്ക് ഉയർന്ന ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അസ്വസ്ഥരാകുന്നത് കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ആസ്വാദനത്തിനായി ചുറ്റുമുള്ളവരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കും. സംസാരിക്കരുത്, പ്രവർത്തിക്കുക. വാഗ്ദാനം ചെയ്യരുത്, തെളിയിക്കുക. ഉപദേശം ചോദിക്കുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ശക്തമായ മാർഗമാണ്. നിങ്ങളുടെ ശരീരം എങ്ങനെ നീക്കുന്നു എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സൂചനയാണ്. ഔട്ട്ഗോയിങ് അല്ലെങ്കിൽ ഊർജ്ജസ്വലരായ വ്യക്തികൾ വലിയ അക്ഷരങ്ങളിൽ എഴുതുന്നു. ലജ്ജയും അന്തർമുഖരുമായ ആളുകൾ ചെറുതായി എഴുതാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ശരാശരി വലുപ്പമുള്ള എഴുത്താണെങ്കിൽ ശ്രദ്ധയും ഏകാഗ്രതയുമുള്ള വ്യക്തിയായി കണക്കാക്കുന്നു. ചെറുപ്പക്കാർ ഒരു കാര്യത്തെക്കുറിച്ച് ആവേശഭരിതരാകുമ്പോൾ സന്തോഷിക്കുന്നു. അതേസമയം പ്രായമായവർക്ക് മൊത്തത്തിലുള്ള സമാധാനബോധത്തിൽ സന്തോഷിക്കാൻ കഴിയും. ദേഷ്യം നിറഞ്ഞ മുഖങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തു നേടാൻ ആളുകൾ കൂടുതൽ ശ്രമം നടത്തുന്നു. നുണ പറയുകയോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അധാർമിക പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്ത ആളുകൾ നല്ലതും ചീത്തയും മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങുന്നു. മുന്നോട്ടു പോവുക എന്നതിനർത്ഥം നിങ്ങൾ കാര്യങ്ങൾ മറന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. സംഭവിച്ചതിനെ അംഗീകരിക്കുകയും ജീവിതം തുടരുകയും ചെയ്യുക എന്നതാണ് അതിനർത്ഥം. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ ജീവിത നിലവാരത്തെ ബാധിക്കാം. ശുഭാപ്തി വിശ്വാസികളായ വ്യക്തിത്വങ്ങൾക്ക് ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം നിരാശാവാദികൾക്ക് കുറഞ്ഞ ജീവിത നിലവാരമായിരിക്കും. അധ്യാപകർ ആകർഷകമായ വ്യക്തിത്വമുള്ള വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇത് കുറഞ്ഞ ശിക്ഷ, കൂടുതൽ ശ്രദ്ധ, മികച്ച ഗ്രേഡുകൾ എന്നിവയിലേക്ക് നയിക്കുന്നു എന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ആരെയെങ്കിലും അറിയിച്ചാൽ അത് നേടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം രഹസ്യമായി സൂക്ഷിക്കുക, ഒരു അഭിമുഖത്തിൽ പോലും. ബുദ്ധിയുള്ള ആളുകൾ അവർ ബുദ്ധിശാലികളാണെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾക്ക് പുതിയ ഒരാളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായി കണ്ടുമുട്ടിയ ആളുകളെ അവരുടെ പേര് പറഞ്ഞ് സംബോധന ചെയ്യുക. ആളുകൾക്ക് അവരുടെ പേര് വിളിക്കുന്നത് ഇഷ്ടമാണ്. അത് ഉടൻ തന്നെ വിശ്വാസവും സൗഹൃദവും സ്ഥാപിക്കും. മനുഷ്യ മനഃശാസ്ത്രത്തെയും വ്യക്തിത്വ സവിശേഷതകളെയും അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ നടത്ത രീതി നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ധാരാളം വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ നടത്തം, വേഗത ഉൾപ്പെടെ നിങ്ങളുടെ വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ച് ധാരാളം പറയുന്നു. വേഗതയേറിയ നടത്തം, ഉയർന്ന തലത്തിലുള്ള മനസാക്ഷി,
തുറന്ന ചിന്താഗതി, കുറഞ്ഞ ന്യൂറോട്ടിസിസം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഗവേഷകർ വെളിപ്പെടുത്തി. തീവ്രമായ ഉത്കണ്ഠയുള്ള വ്യക്തികൾ ഫേസ്ബുക്കിൽ ധാരാളം ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച് അംഗീകാരം തേടുന്നു. വിവാദപരമായി തോന്നിയേക്കാവുന്ന അഭിപ്രായങ്ങളോ അപ്ഡേറ്റുകളോ പോസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധ്യത കുറവാണെന്നും ധാരാളം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ കണ്ടെത്തുന്നു. ടിവിയിലോ പരസ്യ ബോർഡുകളിലോ നിങ്ങൾ കാണുന്ന പരസ്യങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അറിയാതെ തന്നെ പല ഉൽപ്പന്ന പരസ്യങ്ങളും നിങ്ങളുടെ മാനസികാവസ്ഥയെയും മനോഭാവത്തെയും സ്വാധീനിക്കുകയും ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് അല്ലെങ്കിൽ എന്താണ് ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. സൺഗ്ലാസുകൾ ആളുകളെ കൂടുതൽ ആകർഷകമാക്കുന്നത് അവ മൃദുവായ മുഖത്തിനു മുകളിൽ ഒരു കൊത്തിയെടുത്ത അസ്ഥിയുടെ ഘടനയുടെ മിഥ്യാധാരണ നൽകുന്നതിനാലാണ്. ആത്മാഭിമാനം കുറഞ്ഞ വ്യക്തികൾ മറ്റുള്ളവരെ പലപ്പോഴും അപമാനിക്കാറുണ്ട്. മറ്റുള്ളവരെ അപമാനിക്കുന്നത് സ്വന്തം ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം വളർത്താനുമുള്ള ഒരു മാർഗമാണ്.